ന്യായാധിപന്മാർ അധ്യായം 9. അനന്തരം നെതൂബാലിന്റെ മകനായ അബിമേലെക്ക് ശെഖേമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തന്റെ അമ്മയുടെ പിതൃഭവനമായ സർവകുടുംബത്തോടും സംസാരിച്ചു. നെതൂബാലിന്റെ 70 പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുവൻ നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന് ശെഖേമിലെ സകല പൗരന്മാരോടും പറയുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അമ്മയുടെ സഹോദരന്മാർ ശെഖേമിലെ സകല പൗരന്മാരോടും ഈ വാക്കുകളെല്ലാം സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബിമേലെക്കിനോട് ചേർന്നു. അവനോ നമ്മുടെ സഹോദരനല്ലോ എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ പെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിക്കട്ടകൾ എടുത്ത് അവന് കൊടുത്തു. ആ പണം കൊണ്ട് അബിമേലെക്ക് ഭോഷരും നിസാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു. അവൻ ഒഫ്രയിൽ തന്റെ പിതാവിന്റെ വീട്ടിൽ ചെന്ന് നെതൂബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വച്ചു കൊന്നു. എന്നാൽ നെതൂബാലിന്റെ ഇളയ മകനായ യോഥാം ഒളിച്ചു പോയതുകൊണ്ട് അവശേഷിച്ചു. അതിന്റെ ശേഷം ശെഖേമിലെ സകല പൗരന്മാരും മില്ലോ ഗ്രഹവും ഒരുമിച്ച് കൂടി ചെന്നു. ശെഖേമിലെ ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലകത്തിങ്കൽ വെച്ച് അബിമേലെക്കിനെ രാജാവാക്കി. ഇതിനെക്കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗെരീസീം മരമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞു, ശെഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പിൻ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒരു വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം, എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ചു വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരി വള്ളിയോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപടർപ്പിനോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുൾപടർപ്പ് വൃക്ഷങ്ങളോട്, നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നു എങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പിൻ. അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലെബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ അബിമേലെക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയുമാകുന്നവോ പ്രവർത്തിച്ചത്? നിങ്ങൾ നെതൂബാലിനോടും അവന്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത്? അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അദ്ദേഹത്തോട് പ്രവർത്തിച്ചത്? എന്റെ പിതാവ് തന്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു മിതാന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കേ, നിങ്ങൾ ഇന്ന് എൻ്റെ പിതാവിൻ്റെ ഗൃഹത്തിന് വിരോധമായി എഴുന്നേറ്റുക അവൻ്റെ പുത്രന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും
അവന്റെ ദാസിയുടെ മകനായ അബിമേലേക്ക് നിങ്ങളുടെ സഹോദരനാകയാൽ അവനെ ശേഖേം പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തു വല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇന്ന് നെതൂബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയുമാണെങ്കിൽ നിങ്ങൾ അബിമേലേക്കിൽ സന്തോഷിപ്പിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലെങ്കിൽ അബിമേലേക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശേഖേം പൗരന്മാരെയും മില്ലോ ഗൃഹത്തെയും ദഹിപ്പിക്കട്ടെ. ശേഖേം പൗരന്മാരിൽ നിന്ന് മില്ലോ ഗൃഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് അബിമേലേക്കിനെയും ദഹിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം ബേരിലേക്ക് പോയി തന്റെ സഹോദരനായ അബിമേലേക്കിനെ പേടിച്ച് അവിടെ പാർത്തു. അബിമേലേക്ക് ഇസ്രായേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബിമേലേക്കിനും ശേഖേം പൗരന്മാർക്കും തമ്മിൽ ഭിന്നത വരുത്തി. ശേഖേം പൗരന്മാർ അബിമേലേക്കിനോട് മത്സരം തുടങ്ങി. അങ്ങനെ നെതൂബാലിന്റെ 70 പുത്രന്മാരും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബിമേലേക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖേം പൗരന്മാരും വഹിക്കുകയും ചെയ്തു. ശേഖേം പൗരന്മാർ മലമുകളിൽ അവന് വിരോധമായി ഒളിപ്പോരുകാരെയാക്കി. സമീപത്ത് കൂടി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. ഇതിനെക്കുറിച്ച് അബിമേലേക്കിന് അറിവ് കിട്ടി. അപ്പോൾ ഏബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ശേഖേമിൽ കടന്നു. ശേഖേം പൗരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നു കുടിക്കുകയും അബിമേലേക്കിനെ ശപിക്കുകയും ചെയ്തു. ഏബേദിന്റെ മകനായ ഗാൽ പറഞ്ഞത്, അബിമേലേക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആർ? ശേഖേം ആർ? അവൻ നെതൂബാലിന്റെ മകനും സെബൂൽ അവന്റെ കാര്യസ്ഥനും അല്ലയോ? അവൻ ശെഖേമിന്റെ പിതാവായ ആമോരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നാം അവനെ സേവിക്കുന്നത് എന്തിന്? ഈ ജനം എൻ്റെ കൈക്കീഴായിരുന്നെങ്കിൽ ഞാൻ അബിമേലേക്കിനെ നീക്കിക്കളയും. അബിമേലേക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഏബേദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു. അവൻ രഹസ്യമായി അബിമേലേക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇതാ ഏബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശേഖേമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ വളഞ്ഞിരിക്കുന്നു. ആകയാൽ നീയും നിന്നോടുകൂടെയുള്ള സൈന്യവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുവിൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കാം. എന്നാൽ അവനും കൂടെയുള്ള സൈന്യവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ യഥാവിധി അവരോട് പ്രവർത്തിക്കാം എന്ന് പറയിച്ചു. അങ്ങനെ അബിമേലേക്കും കൂടെയുള്ള സൈന്യവുമെല്ലാം രാത്രിയിൽ പുറപ്പെട്ടു ശെഖേമിനരികെ 4 കൂട്ടമായി പതിയിരുന്നു. ഏബേദിന്റെ മകനായ ഗാൽ പുറപ്പെട്ടു പട്ടണത്തിന്റെ ഗോപുരത്തിങ്കിൽ നിന്നപ്പോൾ അബിമേലേക്കും കൂടെയുള്ള സൈന്യവും ഒളിയിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ സൈന്യത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് സൈന്യം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു. സെബൂൽ അവനോട്, പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു.
ഗാൽ പിന്നെയും അതാ സൈന്യം ദേശമധ്യേ ഇറങ്ങി വരുന്നു, മറ്റൊരു കൂട്ടവും സമതലത്തുകൂടെ വരുന്നു എന്ന് പറഞ്ഞു. സെബൂൽ അവനോട്, നാം അബിമേലെക്കിനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞ നിന്റെ വായി ഇപ്പോൾ എവിടെ? ഇത് നീ പുച്ഛിച്ച സൈന്യം അല്ലയോ? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാൽ ശേഖേം പൗരന്മാരുമായി പുറപ്പെട്ടു അബിമേലെക്കിനോട് യുദ്ധം ചെയ്തു. അബിമേലെക്കിന്റെ മുമ്പിൽ അവൻ തോറ്റോടി. അവനെ പിന്തുടർന്നു പടിവാതിൽ വരെ അനേകം പേർ ഹതരായി വീണു. അബിമേലെക്ക് അദ്ദമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് ഓടിച്ചു. പിറ്റേ ദിവസം ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബിമേലെക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അവൻ സൈന്യത്തെ മൂന്നായി ഭാഗിച്ചു വിജന സ്ഥലത്ത് പതിയിരുന്നു. ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു. പിന്നെ അബിമേലെക്കും കൂടെയുള്ള തലവന്മാരും പാഞ്ഞു ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് മറ്റേ കൂട്ടം രണ്ടും വിജനസ്ഥലത്തുള്ള സകല ജനത്തിന്റെ നേരെ പാഞ്ഞു ചെന്നു അവരെ സംഹരിച്ചു. അബിമേലെക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുതി പട്ടണം പിടിച്ചു. അതിലെ ജനത്തെ കൊന്നു. പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പ് വിതറിയും. ശേഖേം കോട്ടവാസികൾ എല്ലാവരോടും ഇത് കേട്ടപ്പോൾ ഏൽബെരീത്തിന്റെ ക്ഷേത്രമണ്ഡപത്തിൽ കടന്നു. ശേഖേം വാസികൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് അബിമേലെക്കിന് അറിവ് കിട്ടി. അബിമേലെക്കും കൂടെയുള്ള സൈന്യവും സൽമോൻ മലയിൽ കയറി. അബിമേലെക്ക് കോടാലി എടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു തൻ്റെ സേനയോട്, ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. സൈന്യമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അബിമേലെക്കിന്റെ പിന്നാലെ ചെന്ന് മണ്ഡപത്തിനരികെ ഇട്ടു തീ കൊടുത്തു മണ്ഡപത്തോടുകൂടെ അവരെ ദഹിപ്പിച്ചു. അങ്ങനെ ശേഖേം വാസികളെല്ലാം പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 1000 പേർ മരിച്ചുപോയി. അനന്തരം അബിമേലെക്ക് തേബസിലേക്ക് പുറപ്പെട്ട് തേബസിലേക്ക് ചെന്നു പാളയമിറങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്തുറപ്പുള്ള ഒരു ഗോപുരമുണ്ടായിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരുമെല്ലാം ഓടിക്കടന്നു വാതിൽ അടച്ചു ഗോപുരത്തിന്റെ മുകളിൽ കയറി. അബിമേലെക്ക് ഗോപുരത്തിനരികെ എത്തി അതിനെ ആക്രമിച്ചു അതിന് തീ കൊടുത്തു ചുട്ട് കളയേണ്ടതിന് ഗോപുരവാതിലിനടുത്തേക്ക് ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരിക്കല്ലിന്മേൽ മേൽക്കല്ല് അബിമേലെക്കിന്റെ തലയിലിട്ട് അവന്റെ തലയോട് തകർത്തു. ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾകൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. അവന്റെ ബാല്യക്കാരൻ അവനെ കുത്തി. അങ്ങനെ അവൻ മരിച്ചു. അബിമേലെക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രായേല്യർ മടങ്ങിപ്പോയി. അബിമേലെക്ക് തന്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ പിതാവിനോട് ചെയ്ത പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ശേഖേം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി. അങ്ങനെ നെതൂബാലിന്റെ മകനായ യോഥാമിന്റെ ശാപം അവരുടെ മേൽ വീണു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.